Happy Valentine's Day to you guys. ഹാപ്പി വാലന്റൈൻസ് ഡേ എവറിബഡി. Happy നമ്മളിത് വാലന്റൈൻസ് ഡേയുടെ അന്നാണ് ഇടുന്നത്, അത് തലേ ദിവസം ഇടണം, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ 3 ദിവസം കഴിഞ്ഞു. സോറി, കുറച്ച് കോംബോ വെച്ച് അൺറൊമാൻറ്റിക് ആക്കി. ബട്ട് ഹാപ്പി വാലന്റൈൻസ്. ഹാപ്പി ബർത്ത്ഡേ. ഇത് ബാസൊക്കെ ഹാപ്പി വാലന്റൈൻസ് ഡേ to Shittumani. To you too. Okay. To all the subscribers, viewers. നമ്മൾ ഇന്ന് എന്താ കളിക്കാൻ പോകുന്നത്? അല്ല അതല്ല. അയ്യേ അതല്ല, മോശം. Game. What do you mean? I mean ഐലാമത്തി വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. നേരത്തെ ഷിട്ട് തന്നെ ബാൽക്കണിയിൽ ഒരു പിന്നെ മറ്റേ കിടുതാപ്പൊക്കെ സെറ്റ് ചെയ്ത് എന്തായിരുന്നു, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ സെറ്റ് ചെയ്ത്. പ്രാവശ്യം നമ്മൾ എനിക്കൊന്ന് വാലന്റൈൻസ് ഡേ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ പുറത്തായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലായിരിക്കും. ഇത്തവണ നമുക്കൊരു ഫിഷ് നിർവ്വാണം കഴിക്കാൻ പോയാലോ? അതെങ്ങനെയുണ്ട്? അത് പൊളിക്കും, അത് കലക്കും. അപ്പൊ നമുക്ക് ഷെഫ് പിള്ളേരുടെ അടുത്ത് പോയി ഫിഷ് നിർവ്വാണം കഴിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഫിഷ് നിർവ്വാണം കഴിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഫിഷ് നിർവ്വാണം കഴിച്ചോളൂ. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന കളിയുടെ പേരാണ് എന്താണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്? വാലന്റൈൻസ് ഡേ ആയിട്ട് ഷിജുമോനാണ് പറഞ്ഞത് ഒരു നല്ലൊരു ചാലഞ്ച് ഉണ്ടെന്ന്. ഭയങ്കര ആരും ഇതുവരെ ചെയ്യാത്തൊരു ചാലഞ്ചാണ്. ഒരു ചാനലിലും വന്നിട്ടില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള ഒരു റിസർച്ച് എനിക്ക് മനസ്സിലായത്. ഇച്ചിരി ഹെവി ആണ്. അവൻ ഏതോ ഒരു ബ്രസീലിയൻ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടിട്ട് എടുത്തതാന്ന് എന്നോട് പറഞ്ഞു. ആ ചാലഞ്ചിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അവനാ കൊണ്ടോന്ന് എനിക്കറിയില്ല. Who knows who better? Fresh. ആരും ഇതുവരെ ചെയ്യാത്ത ബ്രസീലിയൻ യൂട്യൂബ് ചാനലുകളിൽ മാത്രമുള്ള ചലഞ്ചാണ്. എടാ ഷിമോക്കയുടെ പിന്നെ ചാനലായിരുന്നു ബ്രസീലിയൻ ഷിമോക്ക എങ്ങനെ ചെയ്യാറുണ്ട്? ഷിമോക്ക വെറൈറ്റി. ഷിമോക്ക ബ്രസീൽ അല്ല, ജപ്പാൻ. ഷിമോക്ക ബ്രസീൽ, അവള് ജപ്പാനിൽ നിന്ന് കുടിയേറി പാർത്താ. കുടിയേറി പാർത്തതാണ്. ഓക്കെ, മൈക്ക് സെറ്റപ്പ് ഇപ്പോഴാ റെഡി. ഓക്കെ ഗായ്സ്, അപ്പോ who knows who better വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ. Calling me like in the കിളി പോകും. Calling me, like the rainbow, like the rainbow. It's calling me, like the rainbow, the rainbow. Welcome back. Who knows who better? ആർക്ക് ആരെ നന്നായി അറിയാം? ആർക്ക് ആരെ നന്നായി അറിയാം? എനിക്ക് എന്നെ നന്നായി അറിയാം, വേറെ ആരും എന്നെ അറിയണ്ട. ഓക്കെ, റെഡി? ആക്ഷൻ. ക്വസ്റ്റ്യൻസ് ഷിജു മോന്റെ വകയാണ്. അപ്പൊ ഇതില് ഞാൻ ആദ്യം പറയോ ഷിറ്റു ആദ്യം പറയോ? അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. What's your partner's favorite memory from your wedding day? ഷിറ്റുവിന്റെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി ഞാൻ പറഞ്ഞുതരാം. കല്യാണം കെട്ടി അങ്ങോട്ട് കഴിഞ്ഞാൽ ബോധം കെട്ടി വീണു. ഷിറ്റുവിന്റെ ഞാൻ പറഞ്ഞുതരാം. സെയിം. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡിങ് ഡേയിൽ മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയാണ്. അതെ, ഞങ്ങളുടെ ജീവൻ അത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഒരു ഏടാണത്. കല്യാണം താലിയൊക്കെ കെട്ടി മന്ത്രകോടിയൊക്കെ തലയിലിട്ട് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഷിറ്റുവിനെ ഇങ്ങനെ നോക്കുമ്പോ എന്ന് പറഞ്ഞ ഒരാള് നേരെ പള്ളിയുടെ താഴെയുടെ അങ്ങനെ എന്തിനാ എല്ലായിടത്തും കാണിക്കുന്നേ? അങ്ങനെയല്ല ഞാൻ കാണിച്ചുതരാം. അങ്ങനല്ല ഞാൻ കാണിച്ചുതരാം. ഞാനിങ്ങനെ നടത്തിണ്ടിരിക്കട്ടോ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ ഭാവി വധുവിനിങ്ങനെ നോക്കി ഞാൻ നോക്കുമ്പോ നിയന്ത്രണിയുണ്ട്. എന്റെ അമ്മച്ചിയുടെ അന്നത്തെ ഡയലോഗ് ഭയങ്കര അന്നത്തെ ഡയലോഗ് ഭയങ്കര ഫേമസ് ആണ്. സാത്താൻ പോയെന്ന്, സാത്താൻ കേറി എന്നാണ് മമ്മി ചിലപ്പോ ഉദ്ദേശിച്ചത്. പക്ഷെ അതാണ് ഞങ്ങക്ക് മറക്കാൻ പറ്റാത്ത മെമ്മറി. ബിക്കോസ് തല കറങ്ങി വീണു ഗൈസ് ഞാൻ കല്യാണത്തിന്റെ സമയത്ത്. അങ്ങനെ സാത്താനെ ഓടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് ഒരു മാലാഖ കടന്നു. മാലാഹ ഗബ്രിയേൽ മാലാഖ. ഓക്കെ, ജീവമാലാഖ. അടുത്ത വാട്ട്സ് മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവി? അതായത് ഓൾ ടൈം ഫേവറേറ്റ് മൂവി, ഓൾ ടൈം ഫേവറേറ്റ്. മനസ്സിലായി. ഓൾ ടൈം ഫേവറേറ്റ് മൂവി മലയാളം വേണം? മലയാളം പറയണോ? ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഷിട്ടുവിന്റെ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലേ? ഉണ്ട്, ഒരു സിനിമ ഉണ്ട് ആക്ച്വലി. ഞാൻ ജീവയുടെ ചിന്തിക്കുക ആക്ച്വലി ഏതാന്ന്. എനിക്കൊരു സിനിമ ഉണ്ട്, ഞാൻ കുറെ ഇരുന്ന് കണ്ടിട്ടുണ്ടെന്ന് ജീവയ്ക്ക് അറിയാം. അപ്പൊ അർജുൻ റെഡ്ഡി ഞാൻ അതൊരു 9 ടൈംസ് കണ്ടിട്ടുണ്ട്. അർജുൻ റെഡ്ഡി ജീവയുടെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി
3-4 മൂവീസ് ഉണ്ട്. ബാഹുബലിയാണോ? ഏറ്റവും കൂടുതൽ കണ്ടതല്ല. 3-4 മൂവീസ് ഉണ്ട്. പറഞ്ഞോ, അത് എല്ലാം തമാശ മൂവിയാണ്. ഏതെങ്കിലും ഒരെണ്ണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. പാണ്ടിപ്പട, കൊച്ചി രാജാവ്, പറക്കും തളിക, തിളക്കം, CID മൂസ, വെട്ടം, കുബേരൻ, പിന്നെ കല്യാണരാമൻ, സന്ദേശം, all of these, especially ദിലീപേട്ടൻ ആ സമയത്തൊക്കെയുള്ള പടങ്ങളില്ലേ, കോമഡി പടങ്ങൾ, അതെല്ലാം ജീവയുടെ ഫേവറേറ്റ്സ് ആണ്. ഓൾസോ ടു ബി വെരി ഓണസ്റ്റ്, ഞങ്ങൾ ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു സീരീസോ സിനിമയൊന്നും നമുക്ക് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാൻ പറ്റില്ല. സോ ആ ടൈമിലൊക്കെ വി ഓൾവേസ് പ്രിഫർ വാച്ചിങ് ദീസ് ഫൺ മൂവീസിന്റെ ക്ലിപ്സ്. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ പോലത്തെ നക്ഷത്രത്തിളക്കോ തെങ്കാശി വട്ടറൊക്കെ ഇരുന്ന് കണ്ടു. ചിരിച്ചു വയ്യാണ്ട്. കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. റെഡി. അടുത്ത ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. സീസർ സാലഡ്. കറക്റ്റ്. സിമ്പിൾ. ഓക്കേ. ഫേവറേറ്റ് കളർ? കളർ ബ്ലാക്ക്. ഓക്കേ. സോഡിയാക് സൈൻ? ഏരീസ്. സ്കോർപിയൻ. നോ. അല്ലേ? എനിക്ക് I am a Leo Virgo cusp. ലിയോ. ഞാൻ 23rd ആയതുകൊണ്ട് ലിയോ വിർഗോം പെടും. അപ്പം ലിയോ വിർഗോ കസ്പ്. സങ്കരം. ഇതിന് മുന്നേ അടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഏരീസ്. എനിക്കറിയാം. നന്മയുടെ പോസിറ്റിവിറ്റിയുടെ നിറകുടങ്ങൾ. ഓക്കേ. സെലിബ്രിറ്റി ക്രഷ്? ഫീമെയിൽ. വേദിക. അത് മാറി തുടങ്ങിയിട്ടുണ്ട്. മാറി തുടങ്ങിയോ? ഓക്കെ, ഞാൻ മാറിയതാണെങ്കിൽ ഞാൻ പറയാം. മാളവിക മോഹനൻ. അതുകൊണ്ട് ഷിറ്റുന്റെ ഫീമെയിൽ ക്രഷ് ആണ് പറയണ്ടേ. ഫീമെയിൽ ക്രഷ്. സെലിബ്രിറ്റി ക്രഷ്. ദീപിക. അല്ലേ? ജാൻവി. റൈറ്റ് നൗ ഐ ലവ് ജാൻവി കപൂർ. എന്ന് വെച്ചാൽ ദീപിക എനിക്ക് ഇഷ്ടമാണ്. ദീപിക ഇഷ്ടമുള്ള ആരാണ്. പക്ഷെ ജാൻവി, ഐ ക്രഷ് ഓൺ ജാൻവി സോ ഹാർഡ്. ഐ ക്രഷ് ഓൺ മാളവിക മോഹൻ. മാളവിക മോഹൻ ഫാൻസ് ഉണ്ടെങ്കിൽ ബോയ്സ് ഇവിടെ കം ഓൺ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ അതോ വേറെ ഉണ്ടോ? എനിക്കറിയില്ല. മാളവിക മോഹൻ ഉണ്ട്. ക്രഷ് അല്ലേ? അല്ല, അല്ലാണ്ട് ലിസ്റ്റ് ഓഫ് കുറച്ച് പറയാം. എനിക്ക് അടുത്ത ഇനി പറയാൻ വേണ്ടി ലിസ്റ്റ് പറ. മാളവിക മോഹൻ ഇഷ്ടമാണ്. മഡ്ലപ്പെട്ടി, അതിലെ ശ്രീലീല. അത് പക്ഷെ ഇപ്പൊ വന്നതല്ലേ? ഇപ്പൊ തന്നെ പോവും. തൃപ്തി ജീവനോട് പറഞ്ഞിരുന്നു. ആനിമൽ കണ്ടിട്ട് തൃപ്തി ദിമ്രീന്റെ ക്യാരക്ടർ പണ്ടേ ഉണ്ട്. പിന്നെ ദിശ പാട്നി, പിന്നെ മൗനി റോയ്. ശരിയാ. വെൻ ഇറ്റ് കംസ് ടു ഭംഗി ആൻഡ് ചിക്ക്, ഇതൊക്കെയാണ്. ഫോർ മീ ജാൻവി കപൂർ. ഓക്കേ ഡൺ. പയ്യൻ ആക്ടർ വെച്ചാൽ ദേവരകൊണ്ട. ആക്ടർ ഉണ്ടോ? വരുന്നുണ്ടോ? ഇല്ല. എനിക്ക് ദേവരകൊണ്ട. ജീവയ്ക്ക് മമ്മൂക്ക. എനി ഡേ മമ്മൂക്ക. മമ്മൂക്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഞാൻ സ്വീറ്റ്. സ്നാക്സ്. ഹൗ കം സ്വീറ്റ്? അല്ല, സോൾട്ട് ചെയ്യണേക്കാളും നല്ല സ്വീറ്റ് അല്ലേ? എരിവല്ലല്ലോ ചോദിച്ചത്. സ്വീറ്റ് ഓർ സോൾട്ട്? സ്വീറ്റ്. സോൾട്ട് ആണ് ഉറപ്പായിട്ടും. ജീവ ബോത്ത്. നാരങ്ങാവളം കുടിച്ച സ്വീറ്റും സോൾട്ടും. അല്ലെങ്കിൽ സ്വീറ്റ് കട്ട. ഫ്രൂട്ട്സിലൊന്നും സ്വീറ്റ് ഇല്ല. പിന്നെ മൊണാക്കോ സ്വീറ്റ് സോൾട്ട്. അപ്പൊ ജീവ ബോത്ത് ആണ്. ഞാന് സ്വീറ്റ്. ജീവസങ്കരം. Early bird or night owl? പറഞ്ഞോ. Early bird or night owl? ജീവയുടെ ഞാൻ പറയാം. ജീവ ആക്ച്വലി എനിക്ക് ഒരെണ്ണം പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്. ഇഫ് ഹി ഈസ് വർക്കിംഗ്, ഓക്കെ, എന്നാലും ഞാൻ പറയാം മെജോറിറ്റി നൈറ്റ് ഔൾ. എന്താ പറ? നൈറ്റ് ഔൾ. ഏർലി ബേർഡേ അല്ല ഞാൻ. പക്ഷെ ഞാൻ തിരിച്ച് അതാ ഞാൻ പറഞ്ഞ ഡിപ്പെൻസ്. ഇഫ് ഹി ഈസ് വർക്കിംഗ് ഓൺ എ വീക്ക് ഡേ ഓർ സംതിങ്, രാത്രി എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും ഹി മേക്ക് ഷുവർ ഹി വേക്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. പിറ്റേ ദിവസം പരിപാടിയൊന്നും ഇല്ലെങ്കിലാണ് കിടന്നുറങ്ങുള്ളൂ. പക്ഷെ ഏർലി ബേർഡ് ഒട്ടും അല്ല ഞാൻ. എനിക്ക് പറ്റൂല. എനിക്ക് തലവേദന വരും. അതെ, എനിക്ക് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്താലും എഴുന്നേക്കാൻ പടിയാണ്. ഓൾഡസ്റ്റ് പറഞ്ഞോ. മെർലിൻ. മെറിൻ അല്ല, മെർലിൻ. നിയ ആൻഡ് മെർലിൻ.
ജീവ ഐ വുഡ് സേ അനോഷ്, അനോഷ് ബിജു, അനോഷ് ബിജു ഒക്കെ ഇല്ലേ? അനോഷ്. ജോയൽ. അത് കഴിഞ്ഞ ജോയൽ. ഒത്തിരി വർഷമായിട്ടുള്ള. അതാണ് അനോഷാണ് മെയിൻ. എന്റെ പൊന്നോ, സ്കൂൾ തൊട്ടേ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇവിടെ വന്നപ്പോ ഞങ്ങളാരും ഇല്ല. എടാ, നമ്മള് നോർമലി ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ചു ചോദിക്കും, ഗൈസ് അവിടെ ഉണ്ടല്ലോ അല്ലേ, ഞങ്ങൾ ഇന്ന് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വലിയ സർപ്രൈസ് തരാൻ വന്നത്, ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടായില്ല. പാവം. അവൻ പണ്ട് മുതൽ സർപ്രൈസ് തരാൻ എടുക്കണം. അവൻ ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞുനാൾ എപ്പോ ചിക്കൻ വെച്ചാലും അവൻ വരും. അതിപ്പോ ഞായറാഴ്ച ഒന്നും തന്നെയല്ല, ചില ദിവസം ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ചിക്കൻ വാങ്ങിച്ചു വെച്ചാൽ കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഞങ്ങളുടെ അമ്മച്ചി പറയും, ചിക്കൻ വാങ്ങിക്കുന്നുണ്ട് അനോഷ് വരും. ശരിയാ. ഇത് സെലിബ്രിറ്റി ഒന്നും വേണമെന്ന് പറയാനൊന്നുമില്ല. ഫസ്റ്റ് ക്രഷ് എന്റെയാ? ഷിട്ടുവിന്റെ ഫസ്റ്റ് ക്രഷോ? അത് പാടായിരിക്കും പറയാം. അത് പാടായിരിക്കും. ഇല്ല, പാടല്ലടാ. ഫസ്റ്റ് ക്രഷിന്റെ പണി കിട്ടി. അല്ലല്ല, പക്ഷെ എന്റെ മനസ്സിൽ സെലിബ്രിറ്റിയെ വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ആരുമില്ല. ബോയ്ഫ്രണ്ട് തന്നെ ആയിരിക്കുള്ളൂ. സെലിബ്രിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് ആയിരിക്കുള്ളൂ, അല്ലാണ്ട് ആരുമില്ല. ഫസ്റ്റ് ക്രഷ് ആയിരിക്കും, സെലിബ്രിറ്റി ആയിരിക്കും. ഫസ്റ്റ് ജീവയ്ക്ക് ആരായിരിക്കും ഫസ്റ്റ് ക്രഷ്? ഷിട്ടുവിന്റെ വീട്ടിലെ തമന്നയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. തമന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. എനിക്ക് ആമ്പിള്ളേരോടൊന്നും ആ സമയത്ത് ക്രഷ് ഇല്ലായിരുന്നു. തമന്ന, എസ്പെഷ്യലി തമന്നയുടെ ബെല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമന്നയുടെ വയറ് നല്ല ഭംഗിയല്ലേ കാണാൻ, ബ്യൂട്ടിഫുൾ വയർ. എനിക്ക് ശ്രീയാശരൻ, സിമ്രാൻ. ശ്രീയാശരൻ. ഓ, ഇലിയാന ഡിക്രൂസ്. എന്നോട് മഴ സിനിമ. ഇലിയാന ഡിക്രൂസ്. എല്ലാവരുടെയും പോയിന്റ് എന്ന് പറയുന്നത് ആ വയറാണ്, അതാണ് മെയിൻ. ഇലിയാന ഡിക്രൂസ് ആയാലും ശ്രീയാശരൻ ആയാലും തമന്ന ആയാലും എല്ലാവർക്കും വയറാണ് സാറേ മെയിൻ. ഓക്കെ. ബിഗസ്റ്റ് അമ്മേ എനിക്കുണ്ട്. ജീവ പറഞ്ഞോ. ഷിട്ടുവിന്റെ ബിഗസ്റ്റ് ഫിയർ ആണോ? ഷിട്ടുവിന്റെ ബിഗസ്റ്റ് ഫിയർ എടുത്തു പാവം മുട്ടുമണി, ഞങ്ങളുടെ കുച്ചുമണി. വാലന്റൈൻസ് ഡേ ആവശ്യിക്കാവുന്നതാണ്. എല്ലാത്തിലും ഇപ്പൊ വരുന്നുണ്ട്. ബിഗസ്റ്റ് ഫിയർ പറ. ഷിട്ടുവിന്റെ ബിഗസ്റ്റ് ഫിയർ വെള്ളം. കൈൻഡ് ഓഫ്. ഞാൻ മാർക്ക് കൊടുക്കും. എനിക്ക് ഭയങ്കര പേടിയാ വെള്ളം. ഭയങ്കര പേടിയാ. എന്റെ ലൂസിങ് സംവൺ. യെസ് അല്ലേ? ലൈക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ആളുകൾ മരിച്ചൊക്കെ പോലെ, അത് നമുക്ക് ഇച്ചിരി പേടിയാണ്. ആസ് ഇൻ അതെല്ലാവർക്കും പേടിയല്ലേ, ആർക്കാ പേടിയില്ലാത്ത? എല്ലാവർക്കും. ടു ലൂസ് സമൺ ഇൻ യുവർ ലൈഫ് ഇസ് വെരി സ്കെയറി ആൻഡ് ഓൾസോ വെരി ബാഡ്. അത് വേണ്ട, അത് സീനാണ്. അതാണ് പേടി. നെക്സ്റ്റ് അല്ലേ? അതാണ്. നെക്സ്റ്റ്. ഫോണിലെ ഫേവറേറ്റ്സ് കോൺടാക്ട്. ഫോണിലെ ഫേവറേറ്റ്സ് കോൺടാക്ട്സ് കുറെ ഉണ്ട് എനിക്ക്. ഷിട്ടുവിന്റെ ഞാൻ, എന്റെ ജീവ, ഐ മീൻ ജീവയുടെ ഞാൻ. എത്ര എണ്ണം പറയണം? മൂന്നെണ്ണം. ഷിട്ടുവിന്റെ ഞാൻ പറയാം. ഞാൻ ഓക്കെ, മൂന്നെണ്ണം പറ. മമ്മി കറക്റ്റ്, ഡാഡി കറക്റ്റ്, മമ്മി ഡാഡി. അത് കഴിഞ്ഞ് ഞാൻ പറയാം ചിക്കൻ ഉണ്ടാവും. കറക്റ്റ്. എനിക്ക് ഇനിയും ഉണ്ട്. അതിലൊന്ന് ജിക്കൻ മനസ്സിലായല്ലോ. ജിക്സൺ ദ ഫോട്ടോഗ്രാഫർ. ജിക്സൺ ഫോട്ടോഗ്രാഫി. അമ്മിയുണ്ട്. ജീവയുടെ ഞാൻ പറയാവേ. മമ്മ. ഞാൻ പറയാം. മമ്മ. I will say. അമിത. ആൽവിച്ചൻ. ഞാൻ പേര് പറട്ടെ. ഷിജു. എന്റെ ഫേവറേറ്റ്സില് രണ്ടാമത്തെ അവന്റെ ആണോ? എന്നെ കാണിച്ചു തരൂ. ഷാനിക്കുണ്ട്, ഷിജു ഉണ്ട്, മമ്മയുണ്ട്, വിഷ്ണു ഉണ്ട്, മൂലൻ, ആൽവിച്ചൻ, ജിക്ക, വിവി. ഇത്രയും പേരുണ്ട്. എന്റെ ഞാൻ പറയട്ടെ. ഷിട്ടു, അമ്മു, ശബരി, ജിക്ക, നീതു, പ്രണവ്, ഡാഡി, അമ്മി, കമിലാൻഡി, മമ്മി, ജോബില്, റിസ്വാൻ കുറെ ഉണ്ട്, ഷിജു, എല്ലാരും ഉണ്ട്. എടാ എനിക്ക് ഫേവറേറ്റ്സ് കുറെ ഉണ്ട്.
ഇങ്ങനെ ഇടും, പെട്ടെന്ന് എടുക്കാം. കാര്യം പെട്ടെന്ന് പിന്നെ റെഗുലർ കോണ്ടാക്ട് ചെയ്യുന്ന. അതെ അതെ അതെ, കുറെ ഉണ്ട്. What are the morals he or she live by? മോറൽസ്. എന്തൊക്കെ മോറൽസ്, തത്വം. അതായത് എത്തിക്സ് ഉണ്ടല്ലോ, എത്തിക്സ് ആൻഡ് മോറൽസ്, ആ സാധനം. ഷിട്ടുവിനെ ആണോ? രണ്ടു മൂന്നുണ്ടോ? ഷിട്ടുവിനെ ഞാൻ പറയാം. പ്രൊഫഷണലിസം, ടു ദ പോയിന്റ് ആൻഡ് മടി. അതെങ്ങനെ എന്റെ മോറലാവണേ? പോടാ, മോറൽ. പക്ഷെ അന്ന് പിന്നെ ജീവയുടെ ഞാൻ ഫസ്റ്റ് പറയാം, ലേസിനെസ്. ഇല്ല, ജീവയുടെ ഞാൻ പറയാം. ജീവയുടെ മോറൽ ഈസ് പ്രൊഫഷണൽ, ഓഫ് കോഴ്സ് പ്രൊഫഷണൽ, വെരി പ്രൊഫഷണൽ. ഡെഡിക്കേഷൻ. അത് എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയാലും അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ട്, വർക്കിന് പോയാലും അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ട്, എല്ലാത്തിനും അതിന് റിലേഷൻഷിപ്സിൽ അതിൻ്റെ ഡെഡിക്കേഷൻ കൊടുക്കുന്ന ആളാണ്, വെരി മച്ച് കൊടുക്കുന്ന ആളാണ്. സോ ഡെഡിക്കേഷൻ, പ്രൊഫഷണലിസം ആൻഡ് രണ്ടെണ്ണം മതി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അതിക്കുള്ളില്ല. Position of sleeping. ഞാൻ പേടിച്ചു പോയി. ഞാൻ പേടിച്ചു പോയി, ദൈവമേ. പൊസിഷൻ ഓഫ് സ്ലീപ്പ്. ഷിട്ടുവിനെയാണോ? ഇത് ഞാനാന്ന് വിചാരിക്കാം. എനിക്ക് ഈ ഏരിയയിൽ ഇവിടെ ജീവയുടെ ഞാൻ പറയാം. എൻ്റെ അടുത്തോട്ട് വരില്ല, ഇങ്ങനെ കിടക്കും, കമന്ന് ഇങ്ങനെ കിടന്നിട്ട് ഒരു കാലുണ്ടല്ലോ, അത് ഇങ്ങനെ വരും, എന്നിട്ട് അത് എന്റെ മേത്തേക്കാണ്. അങ്ങനെയാണ് പൊസിഷൻ. പക്ഷെ രാത്രി തിരിഞ്ഞു വരും, രാത്രി നേരെ കിടക്കും, അപ്പം ഒരാള് വരും. ഇനി ഞാൻ വരില്ല. അത് കഴിയുമ്പോ വേറൊരു പൊസിഷൻ, ഏർലി മോർണിംഗ് വേറൊരു പൊസിഷൻ. ഈ സാധനം ഞങ്ങളുടെ തലയുടെ തേളി വരും. അതായത് ഞാനിങ്ങനെ കിടക്കാറില്ല, ഇവിടെ ഉണ്ടാവും. 8 മണി. Have he or she ever had braces? ജീവ, നോ. പല്ലിൽ കമ്പിയിട്ട് ഉണ്ടോ? ബ്രേസസ്, യെസ്. ഐ ഹാവ്. എൻ്റെ പല്ലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഗൈസ്, എല്ലാം ഇങ്ങനെ. മറ്റേ സിനിമയിൽ പറയില്ലടാ, ഒരു സിനിമയിൽ പറയല്ലോ, കോന്ത്രമ്പല്ലി ദിങ്ങനെ, അങ്ങനത്തെ വൃത്തികെട്ട പല്ലായിരുന്നു എൻ്റെ. പക്ഷെ ഇപ്പൊ എൻ്റെ പല്ലെല്ലാം നല്ല നിരന്ന് കുട്ടപ്പിയായി, എല്ലാം ബ്രേസസ് ഇട്ടാ. ഡെയിലി ആവറേജ് സ്ക്രീൻ ടൈം. ഷിട്ടുവിനെയാണോ? 24 മണിക്കൂറിൽ 9 മണിക്കൂർ ഉറങ്ങും, 8 മണിക്കൂർ ഉറങ്ങും. ബാക്കിയുള്ള 16 മണിക്കൂറിൽ ഉറപ്പായിട്ടും 3 to 4 hours ഉണ്ടാവും. 3 to 4 hours എന്തായാലും ഉണ്ടാവും. കുറവാ അത്, അതൊന്നും പോരാ. 6 hours ഉണ്ടാവും. 6 അല്ല, ഐ വുഡ് സേ എനിക്കൊരു 8-9 hours ഒക്കെ ഉണ്ടാവും. ജീവയുടെ ഒരു 7-8 hours ഉണ്ടാവും. എന്റെ വെറും 3.25 മണിക്കൂർ ഡെയിലി ആവറേജ്. കണ്ടോ? എന്റെ എവിടെ അറിയാൻ പറ്റാ? 9 hours and 32 minutes. 9 hours 32 minutes. എന്റെ കഴിഞ്ഞ ആഴ്ചനേക്കാളും 39% താഴെയാ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, മറ്റേ ഫോൺ എടുക്ക്, ആ ഫോണിലല്ലേ ഗെയിം കളിക്കുന്നത്? അല്ലേ, ആ ഫോണിലല്ലേ ഗെയിം കളിക്കുന്നത്? അതിലെടുക്കൂ, ആ ഫോണൊന്നും എടുത്തരും. ഇല്ല, അതിലും ഇതൊക്കെ തന്നെ. ജീവ ഭയങ്കരമായിട്ട് ഫോണിലുള്ള ഗെയിം കളിക്കും. പക്ഷേ അപ്പൊ ഞാൻ ആ സമയത്തെല്ലാം വർക്കിംഗ്, I edit, I do a lot of things. See the difference. It's 3 hours 45 minutes and 9 hours 32 minutes. എന്റെ പൊന്നളിയാ, ഞാൻ പറഞ്ഞു ഞാൻ 3 to 4 hours പറഞ്ഞു. ഓക്കേ, അടുത്ത. Weird food habit. എന്നെ കാണിക്കുന്നില്ല. Weird food combination. ഷിട്ടുവിന്റെ വിയേർഡ് ഫുഡ്. അതായത് ഇപ്പോ ചേച്ചിയുടെ കേട്ടില്ല. എന്താ വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ദാറ്റ് യു ലവ്? അതുപോലെ ചേട്ടൻ വിയേർഡ് ഫുഡ് കോമ്പിനേഷൻസ് ആരും ലവ് ചെയ്യത്തില്ലല്ലോ. നോ. വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ജീവയുടെ ഞാൻ പറയാം, ഇഷ്ടമുണ്ടോന്ന് എനിക്കറിയില്ല, ബട്ട് ജീവ ഹാസ് ട്രൈഡ് അലുവയും മത്തിക്കറിയും. അല്ല, അത് എന്റെ ഷിട്ടുവിന് ഇഷ്ടമുള്ളതാ. അത് ഷിട്ടുവിന് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും ചേച്ചി കഴിക്കാൻ ട്രൈ. അതെങ്ങനെ വിയേർഡ് ആവുന്നേ? ബാക്കിയുള്ള സംബന്ധിച്ചിടത്തോളം വിയേർഡ് ആയിരിക്കുമല്ലോ. എനിക്ക് ഷിട്ടുവിന്റെ വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ട്രൈ ഇഷ്ടമുള്ളത് അങ്ങനെ വിയേർഡ് എന്നല്ല. പിന്നെ മറ്റേ നമ്മൾ അന്ന് കഴിച്ചില്ലായിരുന്നു മറ്റേ സാധനം, പറ. പുഴുങ്ങിയ ഏത്തയ്ക്ക
അത് ഞാൻ അവര് പറഞ്ഞിട്ട് അത് അടിപൊളിയാണ്. പുഴുങ്ങിയ ഏത്തക്ക അത് നല്ലപോലെ പുഴുങ്ങിയിട്ട് അതില് പപ്പടം പൊടിക്കുക പപ്പടം പൊടിച്ചിട്ട് അത് കഴിക്കുക. അതിന്റെ വേറെ ഒന്നും കൂടില്ല. അത് പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അന്ന് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്താ. ആ ജീവയ്ക്ക് അങ്ങനെ വിയേർഡൊന്നും ഇല്ല. അതാ പറഞ്ഞേ അങ്ങനെ ഇല്ല. അത് വിയേർഡ് അല്ലേ? നമ്മൾ അങ്ങനെ കഴിക്കില്ലല്ലോ. വി ഡോണ്ട് ലവ്. ഞാൻ എപ്പോഴും പായസവും ബോളിയും കഴിക്കത്തില്ലല്ലോ. സോ വിയേർഡ് കോമ്പിനേഷൻസ് വി ഡോണ്ട് ലവ്. അപ്പൊ അതുകൊണ്ട് വി ഡോണ്ട്. ഷിറ്റുവിന്റെ വിയേർഡ് കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമുള്ളതാ. പായസം ബോളി അത് വിയേർഡ് കോമ്പിനേഷൻ അല്ല, എനിക്കത് വിയേർഡ്. അതെങ്ങനെ വിയേർഡ് ആവുന്നത്? എനിക്കത് വിയേർഡ്. അത് ട്രിവാൻഡ്രത്തെ മെയിൻ സാധനമാണ്. അത് എന്റെ നാട്ടിലും അങ്ങനെ പപ്പടം പഴം പായസം എല്ലാം കൂടെ പൊടിച്ച് കഴിക്കും. പക്ഷെ ഞാൻ പഴം പായസം വേറെ. എനിക്ക് പൊടിച്ചു കഴിക്കാനാണ് ഇഷ്ടം. സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഇലയില് പായസവും പപ്പടവും കൊതി തന്നെ. രണ്ടുപേരുടെ മാക്സ് സാർ ഞാൻ ഓർക്കും. എനിക്കും കുറെ ടീച്ചേഴ്സ്. ജീവ 0 എന്റെ പറഞ്ഞു Dimitri Vegas and Like Mike in Qatar. A song which you or she sings frequently. ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ട്. ഷിറ്റു അങ്ങനെ പാടലില്ല. മൂളുന്നതിൽ ഇല്ല. ഷിറ്റു ഈ വീട്ടിൽ മൂളാത്തോണ്ട് എന്നെ മൂളാൻ അനുവദിക്കാറില്ല. പക്ഷെ ഞാൻ ഗ്യാപ്പിൽ മൂളും. ജീവൻ മൂളുന്നത് അറിയാം. ഞാൻ പാട്ടേ എപ്പോഴും പാടാറുള്ളൂ. പറയൂ. അത് കൊട്ട് പഞ്ചവർണ്ണ കുളിരെ. അത് കാറിലും ഏത് നേരം അതാ പാടാറ്. ഞാൻ അങ്ങനെ മൂളിപ്പാട്ട് പാടുന്ന ഒരാളല്ല ഗൈസ്. വെരി സോറി. ഏത് പാട്ടാണോ അപ്പൊ പ്ലേ ചെയ്യുന്നത് അത് പാടും. അതങ്ങനെ മനസ്സിൽ വരും. പക്ഷെ ഞാൻ മനസ്സിൽ പാടും, പുറത്തേക്ക് പാടില്ല. പാടാൻ അറിയാവുന്നോണ്ടാ. എനിക്ക് അറിയാത്തോണ്ട് ഞാൻ പുറത്തും പാടാൻ അറിയില്ല. 5 വർഷം സംഗീതം പഠിച്ച അത് പണ്ട് സിംഹത്തിന്റെ മടയിൽ അത് നമ്മ പണ്ട് പഠിച്ചതല്ലേ മുട്ടേ. ജീവയുടെ ഐ വുഡ് സേ ഒന്നില്ലേ ജീവയുടെ എനിക്ക് തോന്നുന്നു കിസ് ആയിരിക്കും അല്ലെ ഹാർട്ട്സ് ആയിരിക്കും. ഫസ്റ്റ് കാണിക്ക. എന്റെ എന്താ പറഞ്ഞേ? ഹാർട്ട്സ് ആട്ടോ പറഞ്ഞേ. ജീവയുടെ വാട്സാപ്പ് കാണിക്ക്. ഹാർട്ടാണ് ജീവയുടെ ഫസ്റ്റ്. എന്റെ ലവ്. അപ്പൊ രണ്ടുപേരും തെറ്റി. എന്റെ Which type of vacation? Beach, city or mountains? Beach. Mountains. രണ്ടാമത് സിറ്റി. ഇവിടെയും സിറ്റി. ഇവിടെ മൗണ്ടൻസ് സിറ്റി, ബീച്ച് സിറ്റി. One thing that your partner does that makes you laugh. തഗ്, ട്രോള്, കോമഡി, കൗണ്ടർ എല്ലാം. ഷിട്ടുവിന്റെ ഇത് ഇടയ്ക്ക് അല്ല എന്നിട്ട് എന്റെ വേറൊരു സാധനമുണ്ട് അല്ലക്കണ്ണ്. അത് കണ്ടിട്ടില്ലല്ലോ. അല്ല അത് ഞാൻ ചിട്ടന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാനിവിടെ കാണിച്ചത് എല്ലാരും കാണും. ഞാൻ കാണിക്കില്ല. ഒരു പ്രാവശ്യം ഇനി ചോദിക്കാൻ പാടില്ല. കാണിക്കേ. ആലിലക്കണ്ട നിന്റെ മുരളിക. അടുത്ത sleep. If your partner could have an exotic animal, which would be or what would be? ഷിട്ടുവിനാണോ? ഷിട്ടുവിനാണെങ്കിൽ എക്സോട്ടിക് ആനിമൽ. എക്സോട്ടിക് ആനിമൽ ഷിട്ടുവിന് വേണമെന്നുണ്ടെങ്കിൽ എക്സോട്ടിക് ആനിമൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ? എനിക്ക് എന്തായിരിക്കും? ജീവയ്ക്ക് ഐ നോ എക്സോട്ടിക് അല്ല അത് എലിഫന്റ്. അത് അല്ല എക്സോട്ടിക് ആണെങ്കിൽ ഉണ്ട്. അതും ഉണ്ട് എലിഫന്റ് കഴിഞ്ഞിട്ട്. എനിക്ക് എലിഫന്റ് അല്ല, എക്സോട്ടിക് ആനിമലിനെ പെറ്റായിട്ട് വേണം. എക്സോട്ടിക് ആനിമലിനെ പെറ്റായിട്ട് ഞാൻ എപ്പോഴും പറയാം എൻ്റെ എക്സോട്ടിക് ആനിമൽ നീയല്ല, എക്സോട്ടിക്. നീ വെറും ഡൂളി. എക്സോട്ടിക്. You want snakes? No. Snakes. പുലി, കടുവ. എക്സോട്ടിക് എന്നെ കുഞ്ഞു പാവം. എനിക്ക് അല്ല എക്സോട്ടിക് അത്. പക്ഷെ ദുബായിലൊക്കെ അതെങ്ങനെ എക്സോട്ടിക് ആവണം? എക്സോട്ടിക് പറ്റാത്. പിന്നെ അതെപ്പോ എല്ലാവർക്കും ഷിട്ടു ഞാൻ പറയാം. എക്സോട്ടിക് പെൻഗ്വിൻ.
അല്ല റോങ്. പിന്നെന്താ? എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് എക്സോട്ടിക് പെറ്റ്സ് വേണ്ട, എനിക്ക് ഡോഗ്സ് മാത്രം മതി. എനിക്ക് ബാക്കി എല്ലാത്തിനെയും പേടിയാ. എനിക്ക് റെപ്റ്റൈൽസ് പേടിയാ, സ്നേക്സ് പേടിയാ, എല്ലാത്തിനെയും പേടിയാ. ലവ് ബേർഡ്സിനോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. കാറ്റ്സ് ഓൾസോ ഐ ഡോണ്ട് പ്രിഫർ മച്ച്. ഐ ഡോണ്ട് ഹേറ്റ്, പക്ഷെ ഐ ഡോണ്ട് പ്രിഫർ മച്ച്. ഐ ഓൺലി ലവ് ഡോഗ്സ്. അവൻ്റെ ഡോഗ്സ് ഇടണം. അടുത്ത Okay. The quality of your partner that you admire the most. ചേച്ചിയുടെ ഒരു ക്വാളിറ്റി you admire. ഓർമ്മ. ഐ ഹാവ് ജിംനേഷ്യം. Gymnasium. ഞങ്ങൾ അങ്ങനെ പറയണേ, ജിംനേഷ്യം. ഒരു കാര്യം Alzheimer's ഉണ്ട് എനിക്ക്. അത് ഓർത്തെടുത്ത് ചെയ്യും. ഒരാളെ വിളിക്കണം, ഒരാളെ കാണണം, ഒരാളുടെ പേര്, ഒരു ഇൻസിഡന്റ്, അത് എല്ലാ പെൺകുട്ടികൾക്കുള്ള അത് മുറപ്പത്തില്ല. അത് ഓർമ്മയാണോടാ? അത് പിന്നെ അത് ഓൺ ടൈം പെർഫോമൻസ് ആണ്. പിന്നെ ഒരു കാര്യം അല്ലേ, അതിന് on time. റെസ്പോൺസിബിലിറ്റി. ജീവയുടെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നുമില്ല. അല്ല, ജീവയുടെ നല്ലതായിട്ട് തോന്നിയിരിക്കുന്ന എല്ലാം ജീവയ്ക്ക് അങ്ങനെ നല്ല മോശം 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മോശം. ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. What is the life lesson that you have learned from your partner's character? അത് ലൈഫ് ലെസൺ ഗുഡ് ആണോ ബാഡ് ആണോ? എന്തെങ്കിലും ലൈഫ് ലെസൺ. ജീവയുടെ അടുത്തുനിന്ന് പേഷ്യൻസ്. പേഷ്യൻസ് എനിക്കില്ലാത്തതും അതാണ്. എനിക്ക് ലൈഫ് ലെസൺ ഐ ലേൺ ഫ്രം മൈ പാർട്ട്ണർ സ്ട്രെയിറ്റ്. നീ എന്താ ഈ സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി ബ്രൂട്ടലി ഓണസ്റ്റ് ആയിട്ട് പറയും. അത് ഞാൻ പഠിക്കണം. അത് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് പറ്റില്ല. അത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരു കാര്യവും പഠിക്കില്ല. ഇപ്പൊ ഇൻക്ലൂഡിങ് ഞാനായാലും പേഷ്യൻസ് എനിക്കില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ക്ഷമ ഞാൻ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പഠിക്കത്തില്ല. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതിനുള്ള ഒത്തിരി ഇൻസ്റ്റൻസസ് വരുമ്പോഴും ഞാൻ ജീവനോട് പറയുമ്പോൾ ജീവ ചെയ്യാറില്ല. അതൊന്നും പഠിക്കില്ലല്ലോ. ഞാനത് എനിക്ക് അല്ല, അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ. അവര് നമ്മൾ ഒരു എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് മാർച്ചിൽ 33 ആവുക. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. 8 വർഷത്തിന് മുമ്പ് ഒരു 25 വർഷമായിട്ട് ഫോം ചെയ്തൊരു ക്യാരക്ടർ 8 വർഷം കൊണ്ട് മാറില്ല. ടേക്ക് ടൈം. മനസ്സിലായോ? അതേപോലെ തന്നെ തിരിച്ചും ഷിട്ടു വർഷങ്ങളായിട്ട് ഷിട്ടുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പഠിച്ച അല്ലെങ്കിൽ ഫോം ആയിട്ടുള്ള ഒരു കോർ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ട്ണറുമായിട്ട് അഡാപ്റ്റ് ആയി മാറുള്ളൂ. പുതിയത് വരുവുള്ളൂ, ചിലതിന് ചെറിയ ചെറിയ ഇതൊക്കെ വരുവുള്ളൂ. അത് കംപ്ലീറ്റ്ലി മാറാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ഫുള്ളി ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ മാറി. അങ്ങനെ ഉള്ളവർ ഭയങ്കരമാണ്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അങ്ങനെ ട്രൈ ചെയ്യും. ഇപ്പൊ ഷിട്ടു ലേറ്റ് ആയിട്ട് ആണ് എപ്പോഴും ഇറങ്ങുന്നത്. അത് ട്രൈ ചെയ്യുമെന്ന് ചോദിച്ചാൽ 8 years ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചിലടത്ത് നടക്കും, ചിലടത്ത് നടക്കൂല. അത്രേ ഉള്ളൂ. ചിലടത്ത് റെഡിയാവും, ചിലടത്ത് റെഡിയാവൂല. അങ്ങനെ സോ അത് നമുക്ക് ശ്രമിക്കാം അല്ലേ? അതാണ് എന്താണ് ഇതെന്താണ് അടുത്ത എന്താണ്? A message to all the lovers out there in this Valentine's Day and on this Valentine's Day. Believe in love, because ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് നമ്മളെ ഏത് റിലേഷൻഷിപ്പിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. ലവ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിലവർ പറയും അതൊന്നും ഇല്ലയെന്ന്. ഉണ്ട്. ഈ ലോകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ബോണ്ടഡായി നിൽക്കുന്നത് ഇറ്റ്സ് മെയിൻലി ഇൻ ലവ്. ലവ് എന്ന് പറയുന്ന ഫാക്ടർ ഇസ് നമ്മൾ ജനിച്ച് വീഴുന്ന അപ്പം തൊട്ട് നമ്മൾക്കുള്ള ഒരു ഇമോഷനാണ് ലവ്. അത് തുടക്കം ആദ്യം അമ്മയായിരിക്കും. അമ്മയോടായിരിക്കും ആദ്യം നമുക്കൊരു സ്നേഹം വരിക, പിന്നെ അച്ഛൻ, പിന്നെ നമ്മുടെ വീട്ടിലുള്ളവർ, കസിൻസ്, പിന്നെ ഫ്രണ്ട്സായി, പിന്നെ അത് പാർട്ട്ണറായി, പിന്നെ അത് നെയ്ബേഴ്സായി, പിന്നെ അത് ചിലപ്പോൾ പെറ്റായി. ലവ് ഹാസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. അപ്പം ബിലീവ് ഇൻ ലവ്, കോൾപ്ലേ ഒക്കെ പറയുന്നില്ലേ, കോൾപ്ലേയുടെ കോൺസേർട്സിലൊക്കെ അവർ പറയും ടു ബിലീവ് ഇൻ ലവ് ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് binding all of the human beings together, all of us together. So ഇത് ഒരു മെയിൻ കാര്യം. ഇതിനോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ഒരു പാർട്ട്ണർ, അത് ഹസ്ബൻഡാണെങ്കിലും വൈഫാണേലും ലവറാണേലും അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എല്ലാവരും ഒരേപോലെ അല്ല. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്നില്ല. എല്ലാവരും ഒരേപോലെ പെരുമാറണമെന്നില്ല. അപ്പം അവർ എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഓരോരോ ക്യാരക്ടറാണ് ഉള്ളത്. അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തയും ഉണ്ടാവും. അപ്പം നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുക. ചീത്തയെന്ന് പറയുന്നത് ചിലപ്പോൾ ആ ആൾക്കത് ചീത്തയായിട്ട് തോന്നണമെന്നില്ല, നമുക്കായിരിക്കും അത് ചീത്തയായിട്ട് തോന്നുക.
അപ്പം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മൾ അവരുടെ രീതിക്ക് കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്താൻ നോക്കുക, അല്ല അവർ നമ്മുടെ രീതിക്ക് മാറ്റം വരുമെന്ന് നോക്കുക, ആ ആളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ റിലേഷനിലാണ് നമ്മൾ അറിയരുത്, അത്രയും ഫ്രീ ആയിരിക്കണം നമ്മളൊരു റിലേഷനിൽ. അത് ഈ പറയുന്ന പോലെ സ്നേഹത്തിൽ ബിലീവ് ചെയ്യുമ്പോഴും ആ പേഴ്സണെ ആ ആളായിട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ അറിയുക പോലും ചെയ്യത്തില്ല നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത്, കാര്യം നമ്മൾ അത്രയും ഫ്രീ ആയിരിക്കും. അതാണിത് ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും, അതോടെ ആഡ് ചെയ്താൽ പൊളിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ലവേഴ്സിനും, എല്ലാ പാർട്ട്നേഴ്സിനും, എല്ലാ കപ്പിളിനും ഞങ്ങളുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. എങ്ങനെയൊക്കെയാണോ നിങ്ങൾ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത് എല്ലാം സൂപ്പറായിട്ട് നടക്കട്ടെ. ഇനിയും ഇന്നിപ്പോൾ പ്രത്യേക സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാ ദിവസവും നമുക്ക് സെലിബ്രേഷൻ ഉണ്ട്. സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട്. ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എന്താ പറയുക. അപ്പോൾ ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുക. കാര്യം നാളെ എന്ത് വെള്ളടിയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല മക്കളെ. അതുകൊണ്ട് സെലിബ്രേറ്റ് ആസ് മച്ച് as you can. അപ്പോൾ ഞങ്ങൾ പോവാ, 3 പേരും പോവാ നമുക്ക്. ടാറ്റ പറ. പോവാം. ഓക്കെ, അപ്പോൾ ബൈ.